2 ശമൂവേൽ 17-ാം അധ്യായം. അനന്തരം അഹീഥോഫെൽ അബ്ശാലോമിനോട് പറഞ്ഞത്, ഞാൻ 12,000 പേരെ തിരഞ്ഞെടുത്ത് പുറപ്പെട്ടു. ഇന്ന് രാത്രി തന്നെ ദാവീദിനെ പിന്തുടരട്ടെ. ക്ഷീണിച്ചും അധൈര്യപ്പെട്ടും ഇരിക്കുന്ന അവനെ ഞാൻ ആക്രമിച്ച് ഭ്രമിപ്പിക്കും. അപ്പോൾ അവനോട് കൂടെയുള്ള ജനമൊക്കെയും ഓടിപ്പോകും. ഞാൻ രാജാവിനെ മാത്രം വെട്ടിക്കളയും. പിന്നെ ഞാൻ സകല ജനത്തെയും നിന്റെ അടുക്കൽ മടക്കി വരുത്തും. നീ ആഗ്രഹിക്കുന്ന പോലെ എല്ലാവരും മടങ്ങി വരുമ്പോൾ സകല ജനവും സമാധാനത്തോടെ ഇരിക്കും. ഈ വാക്ക് അബ്ശാലോമിനും ഇസ്രായേൽ മൂപ്പന്മാർക്കൊക്കെയും വളരെ ബോധിച്ചു. എന്നാൽ അബ്ശാലോം അർഗ്യനായ ഹൂഷായിയെ വിളിക്കുക, അവൻ്റെ അഭിപ്രായവും കേൾക്കാമല്ലോ എന്ന് പറഞ്ഞു. ഹൂഷായി അബ്ശാലോമിൻ്റെ അടുക്കൽ വന്നപ്പോൾ അബ്ശാലോം അവനോട്, ഇന്നിന്ന പ്രകാരം അഹീഥോഫെൽ പറഞ്ഞിരിക്കുന്നു. അവൻ പറഞ്ഞതുപോലെ നാം ചെയ്യുകയോ അല്ലെങ്കിൽ നീ പറക എന്ന് പറഞ്ഞു. ഹൂഷായി അബ്ശാലോമിനോട് പറഞ്ഞതെന്തെന്നാൽ, അഹീഥോഫെൽ ഇപ്രാവശ്യം പറഞ്ഞ ആലോചന നന്നല്ല. നിന്റെ അപ്പനും അവൻ്റെ ആളുകളും വീരന്മാരും കാട്ടിൽ കുട്ടികൾ കവർന്നുപോയ കരടിയെപ്പോലെ ഉഗ്രമാനസന്മാരും ആകുന്നെന്ന് നീ അറിയുന്നുവല്ലോ. നിന്റെ അപ്പൻ യോദ്ധാവാകുന്നു. അവൻ ജനത്തോടുകൂടെ രാപ്പാർക്കയില്ല. അവനിപ്പോൾ ഒരു ഗുഹയിലോ മറ്റു വല്ല സ്ഥലത്തോ ഒളിച്ചിരിക്കുകയായിരിക്കും. ആരംഭത്തിങ്കിൽ തന്നെ ഇവരിൽ ചിലർ പട്ടുപോയാൽ അത് കേൾക്കുന്ന എല്ലാവരും അബ്ശാലോമിൻ്റെ പക്ഷക്കാരിൽ സംഹാരമുണ്ടായി എന്ന് പറയും. അപ്പോൾ സിംഹഹൃദയം പോലെ ഹൃദയമുള്ള ശൂരനും കൂടെ അശേഷം ഉരുകിപ്പോകും. നിന്റെ അപ്പൻ വീരനും അവനോട് കൂടെയുള്ളവന്മാർ ശൂരന്മാരുമെന്ന് എല്ലാ ഇസ്രായേലും അറിയുന്നു. ആകയാൽ ഞാൻ പറയുന്ന ആലോചന എന്തെന്നാൽ, ദാൻ മുതൽ ബെർഷേബ വരെ കടൽക്കരയിലെ മണൽ പോലെ അസംഖ്യമായിരിക്കുന്ന ഇസ്രായേലൊക്കെയും നിന്റെ അടുക്കൽ ഒന്നിച്ചു കൂടുകയും തിരുമേനി തന്നെ യുദ്ധത്തിന് എഴുന്നള്ളുകയും വേണം. അവനെ കാണുന്നിടത്ത് നാം അവനെ ആക്രമിച്ച് മഞ്ഞ് ഭൂമിയിൽ പൊഴിയുന്നത് പോലെ അവൻ്റെ മേൽ ചെന്ന് വീഴും. പിന്നെ അവനാകട്ടെ അവൻ്റെ കൂടെയുള്ള എല്ലാവരിലും ഒരുത്തനെ പോലും ആകട്ടെ ശേഷിക്കയില്ല. അവനൊരു പട്ടണത്തിൽ കടന്നുകൂടിയെങ്കിലോ ഇസ്രായേലെല്ലാം ആ പട്ടണത്തിന് കയറ് കെട്ടി അവിടെ ഒരു ചെറിയ കല്ല് പോലും കാണാതാകും വരെ അതിനെ നദിയിൽ വലിച്ചിട്ട് കളയും. അപ്പോൾ അബ്ശാലോമും എല്ലാ ഇസ്രായേലരും അഹീഥോഫെലിൻ്റെ ആലോചനയേക്കാൾ അർഗ്യനായ ഹൂഷായിയുടെ ആലോചന നല്ലതെന്ന് പറഞ്ഞു. അബ്ശാലോമിന് അനർത്ഥം വരേണ്ടതിന് അഹീഥോഫെലിൻ്റെ നല്ല ആലോചനയെ വ്യർത്ഥമാക്കുവാൻ യഹോവ നിശ്ചയിച്ചിരുന്നു. അനന്തരം ഹൂഷായി പുരോഹിതന്മാരായ സാദോക്കിനോടും അബ്യാഥാറിനോടും ഇന്നിന്ന പ്രകാരം അഹീഥോഫെൽ അബ്ശാലോമിനോടും ഇസ്രായേൽ മൂപ്പന്മാരോട് ആലോചന പറഞ്ഞു. ഇന്നിന്ന പ്രകാരം ഞാനും ആലോചന പറഞ്ഞിരിക്കുന്നു. ആകയാൽ നിങ്ങൾ വേഗത്തിൽ ആളയച്ച് ഈ രാത്രി മരുഭൂമിയിലേക്കുള്ള കടവിങ്കൽ പാർക്കരുത്. രാജാവിനും കൂടെയുള്ള സകല ജനത്തിനും നാശം വരാതിരിക്കേണ്ടതിന് ഏതുവിധേനെ അക്കരെ കടന്നു പോകണമെന്ന് ദാവീദിനെ അറിയിപ്പീനെന്ന് പറഞ്ഞു. എന്നാൽ യോനാഥാനും അഹീമാസും പട്ടണത്തിൽ ചെന്ന് തങ്ങളെ തന്നെ കാണിപ്പാൻ പാടില്ലാതിരുന്നതുകൊണ്ട് ഏൻരോഗലിനരികെ കാത്തു നിൽക്കും. ഒരു വേലക്കാരത്തി എന്നവരെ അറിയിക്കുകയും അവർ ചെന്ന് ദാവീദ് രാജാവിനെ അറിയിക്കുകയും ചെയ്യും. എന്നാൽ ഒരു ബാല്യക്കാരൻ അവരെ കണ്ടിട്ട് അബ്ശാലോമിന് അറിവ് കൊടുത്തു. ആകയാൽ അവർ ഇരുവരും വേഗം പോയി ബഹൂരുമിൽ ഒരാളുടെ വീട്ടിൽ കയറി. അവൻ്റെ മുറ്റത്തൊരു കിണറുണ്ടായിരുന്നു. അവർ അതിലിറങ്ങി. വീട്ടുകാരത്തി മൂടുവിരിയെടുത്ത് കിണറ്റിൻ്റെ വായിന്മേൽ വിരിച്ച് അതിൽ ഗോതമ്പ് ധരിച്ചിക്കി. ഇങ്ങനെ കാര്യം അറിവാൻ ഇടയായില്ല. അബ്ശാലോമിൻ്റെ ഭൃത്യന്മാർ ആ സ്ത്രീയുടെ വീട്ടിൽ വന്നു. അഹീമാസും യോനാഥാനും എവിടെയെന്ന് ചോദിച്ചന് അവർ നീർത്തോട് കടന്നുപോയി എന്ന് സ്ത്രീ പറഞ്ഞു. അവർ അന്വേഷിച്ചു കാണായികയാൽ യെരൂശലേമിലേക്ക് മടങ്ങിപ്പോയി. അവർ പോയ ശേഷം അവർ കിണറ്റിൽ നിന്ന് കയറി ചെന്ന് ദാവീദ് രാജാവിനെ അറിയിച്ചു. നിങ്ങൾ എഴുന്നേറ്റ് വേഗം നദി കടന്നു പോകുവിൻ. ഇന്നിന്ന പ്രകാരം അഹീഥോഫെൽ നിങ്ങൾക്ക് വിരോധമായിട്ട് ആലോചന പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ ദാവീദും കൂടെയുള്ള ജനമൊക്കെയും എഴുന്നേറ്റ് യോർദാൻ കടന്നു. നേരം വെളുക്കുമ്പോഴേക്കും യോർദാൻ കടക്കാതെ ഒരുത്തൻ പോലും ശേഷിച്ചില്ല. എന്നാൽ അഹീഥോഫെൽ തൻ്റെ ആലോചന നടന്നില്ല എന്ന് കണ്ടപ്പോൾ കഴുതപ്പുറത്ത് കോപ്പിട്ട് കയറി തൻ്റെ പട്ടണത്തിലെ വീട്ടിലേക്ക് ചെന്ന് വീട്ടുകാര്യം ക്രമപ്പെടുത്തിയ ശേഷം കെട്ടിഞ്ഞാന്ന് മരിച്ചു. അവൻ്റെ അപ്പൻ്റെ കല്ലറയിൽ അവനെ അടക്കം ചെയ്തു. പിന്നെ ദാവീദ് മഹാനയീമിലെത്തി. അബ്ശാലോമും കൂടെയുള്ള ഇസ്രായേൽ ജനമൊക്കെ യോർദാൻ കടന്നു. അബ്ശാലോം യോവാബിന് പകരം അമാസയെ സേനാധിപതിയാക്കി. അമാസയോ നാഹാഷിൻ്റെ മകളും യോവാബിൻ്റെ അമ്മ സെരൂയയുടെ സഹോദരിയുമായ അബീഗലിൻ്റെ അടുക്കൽ ഇത്ര എന്നു പേരുള്ള ഒരു ഇശ്മാലിൻ ചെന്നിട്ടുണ്ടായ മകൻ. എന്നാൽ ഇസ്രായേലും അബ്ശാലോമും ഗിലെയാദ് ദേശത്ത് പാളയമിറങ്ങി. ദാവീദ് മഹാനയീമിലെത്തിയപ്പോൾ അമ്മോന്യരുടെ രബ്ബയിൽ നിന്ന് നാഹാഷിൻ്റെ മകൻ ഷോബി, ലോ-ദെബാരിൽ നിന്ന് അമ്മിയേലിൻ്റെ മകൻ മാഗീർ, രോഗലീമിൽ നിന്ന് ഗിലെയാദ്യൻ ബർസിലായി എന്നിവർ കിടക്കകളും കിണ്ണങ്ങളും മൺപാത്രങ്ങളും ദാവീദിനും കൂടെയുള്ള ജനത്തിനും ഭക്ഷിപ്പാൻ ഗോതമ്പ്, യവം, മാവ്, മലർ, അമരിക്ക, പയർ, പരിപ്പ്, തേൻ, വെണ്ണ, ആട്, പശുവിൻ പാൽക്കട്ട എന്നിവയും കൊണ്ടുവന്നു. ജനം മരുഭൂമിയിൽ വിശന്നും ദാഹിച്ചും ഇരിക്കുമല്ലോ എന്ന് അവർ പറഞ്ഞു.